ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞാൻ പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്ത് വളരെ ശ്രേഷ്ഠമായ സ്വലാത്ത്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു വട്ടം പറഞ്ഞാലോ? ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ, ഒന്ന് ചൊല്ല്. ഇബ്രാഹിമിയ സ്വലാത്തിൽ പല രൂപത്തിലും നമുക്ക് കിതാബുകളിൽ കാണാം. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന രൂപമാണ് നമ്മൾ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ഒരു രൂപമാണ്. ഇതല്ലാതെ പല രൂപത്തിലും ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്. എന്ത് തന്നെയാവട്ടെ, അൽഹംദുലില്ലാഹ്, ഇബ്രാഹിമിയ സ്വലാത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്ന ഒരു പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്ലിമീങ്ങളായ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്തൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ലോകത്ത് മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും ആവർത്തിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നബിയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ എല്ലാ ദിവസവും ഓർക്കുന്നു. ബാങ്കിലൂടെ, ബാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നു. ഇഖാമത്തിലൂടെ, അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായി ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ, ഫർളായ കർമ്മങ്ങൾ, ഇതൊക്കെ വിശുദ്ധമായ ഖുർആൻ, ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ? നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാത്ത ഒരു ദിവസവും നമ്മളിൽ കഴിഞ്ഞു പോകുന്നില്ല. നബിക്ക് ശേഷം വേറെ ഏതെങ്കിലും ഒരു പ്രവാചകനെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതാരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്.